net primary productivity. Called NPP. Gross primary productivity, net primary productivity. അതെന്താ നമുക്ക് നോക്കാം. അതായത് ഒരു പുൽമേട് സൂര്യപ്രകാശത്തിൽ നിന്നും 1,00,000 കിലോ കലോറി എനർജി ഇവിടെ വീണു. സൂര്യപ്രകാശം 1,00,000 കിലോ കലോറി എനർജി ഇവിടെ വീണു. ചെടികൾ അതിൽ നിന്ന് 10,000 കിലോ കലോറി എനർജി വലിച്ചെടുത്തു. ഇവിടെ വീണത് എത്രയാണ്? 1,00,000. അതും വിട്ടേ ചെടി എത്ര വലിച്ചെടുത്തു? 10,000 കിലോ കലോറി വലിച്ചെടുത്തു. അതാണ് എന്ത്? GPP, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, ചെടികൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ഫോട്ടോസിന്തസിസ് വലിച്ചെടുത്ത എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ്ഡ് ബൈ പ്ലാന്റ് ഫോർ ഫോട്ടോസിന്തസിസ് ഈസ് കാൾഡ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അപ്പൊ ചെടികൾ ഫോട്ടോസിന്തസിന് വേണ്ടി വലിച്ചെടുത്ത് കിട്ടിയതല്ല, വലിച്ചെടുത്തതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. പക്ഷേ ഈ ചെടി അത് അതുപോലെ ശരിക്കും സംഭരിക്കുമോ? ഇല്ല. ചെടികൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കിയാൽ അതുകൊണ്ട് സ്റ്റോറിയാണ് ചെടി ചെയ്യുന്നത്. അല്ല, ആ ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് എനർജി എടുത്ത് ജീവിക്കും. റെസ്പിറേഷൻ നടക്കണ്ടേ? അപ്പൊ കുറച്ച് വേണ്ടി എടുക്കും, റെസ്പിറേഷൻ വേണ്ടിയിട്ട് എടുക്കും. ബാക്കി അതിന്റെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നതാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. The amount of energy stored in body as biomass is called net primary productivity. അപ്പോൾ amount of energy absorbed is called gross primary productivity. Amount of energy used for respiration is called the balance energy that is stored in the body as biomass is called net primary productivity. അപ്പോൾ നോക്കൂ, 1000 കിലോ കലോറി എടുത്ത ഈ ചെടികൾ, ഒരു 10,000 വലിച്ചെടുത്ത ഈ ചെടി GPP 10,000 ആണ്. അതിൽ 1000 റെസ്പിറേഷൻ വേണ്ടിയിട്ട് എടുത്തെന്ന് വെച്ചോളൂ. ബാക്കി എത്രയാണ്? 9,000 ആണ് ശരീരത്തിൽ സ്റ്റോർ ചെയ്തത്. അതാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അപ്പൊ 10,000 വലിച്ചെടുത്തു, 1000 റെസ്പിറേഷൻ വേണ്ടി എടുത്തു, ബാക്കി 900 ശരീരത്തിൽ സ്റ്റോർ ചെയ്തു. ഇതാണെന്ത്? 9,000 ശരീരത്തിൽ സ്റ്റോർ ചെയ്തു. അതിന് വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. നിങ്ങളടുത്ത് 10 രൂപ തന്നിട്ട് കടയിൽ പോയി നിങ്ങളത് എന്ത് ചെയ്തു? 10 രൂപ നിങ്ങളെ കിട്ടി, അതിൽ 1 രൂപ നിങ്ങൾ ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചു, ബാക്കി 9 രൂപ പോക്കറ്റ് കിട്ടും. അല്ല, അതുപോലെയാണ്. 10,000 വലിച്ചെടുത്തു, 1000 റെസ്പിറേഷൻ വേണ്ടി എടുത്തു, ബാക്കി 9,000 ശരീരത്തിൽ സൂക്ഷിച്ചു. അതാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്റ്റ്. അപ്പൊ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? NPP is equal to GPP minus R. ഇതിലൂടെ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി പറഞ്ഞാൽ GPP എനിക്ക് മൈനസ് കുറച്ചാൽ കിട്ടുന്നതല്ലേ? അല്ലെങ്കിൽ GPP is equal to NPP plus R. അങ്ങനെ എഴുതിക്കൂടെ? മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ചെടികൾ വലിച്ചെടുത്തതിന് വേണ്ടിയാണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ചെടികൾ എത്ര റെസ്പിറേഷൻ വേണ്ടി എടുത്തതിന് വേണ്ടിയാണ് energy used for respiration, and the balance of energy that is stored in the body is called net primary productivity. ആകെ എടുത്തിരുന്ന റെസ്പിറേഷൻ എടുത്താൽ ബാക്കി എടുത്ത് കാണുമല്ലോ. That's called net primary productivity, NPP. ഇനി അത് മനസ്സിലായില്ല. ഇനി ഒന്നുകൂടെ ഈ പ്രൊഡക്ടിവിറ്റി നമ്മൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഒന്നുകൂടെ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. ചെടിയുടെ കാര്യം തന്നെ പറഞ്ഞു. 10,000 ചെടി വലിച്ചെടുത്തു, GPP. R എത്രയായിരുന്നു? 1000. അപ്പൊ NPP എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9,000. സംശയമൊന്നുമില്ല. ഇനി ഈ NPP 9,000 അടങ്ങിയ ഈ പുല്ല് ഒരു പുൽച്ചാടി തിന്നു വെച്ചോളൂ. ഒരു പുൽച്ചാടി തിന്നു. ആ പുൽച്ചാടി ശരീരത്തിൽ എത്ര സ്റ്റോർ ചെയ്യും? പുൽച്ചാടിക്ക് എത്ര കിട്ടി? 9,000 കിട്ടി. ഈ പുല്ല് മൊത്തം അത് തിന്നു. പക്ഷെ ആ പുൽച്ചാടി അതിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് കുറെ എടുക്കത്തില്ലേ? അതൊരു 5,000 എന്ന് വെച്ചോളൂ, ഒരു 8,000 എന്ന് വെച്ചോളൂ. ഒരു 8,000 അത് ചാടാനും ഓടാനും എടുത്തു ഫോർ ആക്ടിവിറ്റി. ബാക്കി എത്ര ഉണ്ട്? 1000. അത് ജന്തു സ്റ്റോർ ചെയ്തു. ശരിയല്ലേ? അതിന് വേണ്ടിയാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. What is secondary productivity? The amount of energy that is stored in the primary consumer is called secondary productivity. The amount of energy that is stored in the body of primary consumer. Stored ആണ്, കിട്ടിയതല്ല. What is he availed?
അയാൾക്ക് കിട്ടിയത് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ്. അയാൾ 9,000 ഈ പുല്ല് തിന്നപ്പോയ 9,000 കിട്ടി അല്ലേ? അതെന്താണ്? അപ്പൊ വാട്ട് ഈസ് എനർജി ഹെർബിവോർ ഗെറ്റ് ബൈ ഈറ്റിംഗ് ഇറ്റ്? യു ക്യാൻ സേ ഇറ്റ് ഈസ് NPP. ഒരു ഹെർബിവോർ പുല്ല് തിന്നുമ്പോൾ അതിന് കിട്ടുന്ന എനർജി എത്രയാണ്? കിട്ടുന്ന എത്രയാണെന്ന് വെച്ചാൽ NPP ആണ്. പക്ഷേ അതനുസരിച്ച് സ്റ്റോർ ചെയ്യുന്ന എത്രയാണ്? അതാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. അപ്പൊ ബാക്കി അയാൾ ഓരോ മെക്കാനിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടി എടുത്തു, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ പോകുന്ന കാര്യം ഞാൻ പറയുന്നു. The amount of energy that is absorbed by plant is called gross primary productivity. The amount of energy that is used for respiration is called R. The balance of energy stored in the body of producer is called net primary productivity. When a herbivore or the primary consumer eating the grass and eating the plant, the amount of energy that is stored in the body of the primary consumer is called net primary productivity. That is the balance amount may be utilized for its activity. What is the energy received by the consumer? That is NPP. ശരിയല്ലേ? കിട്ടിയത് എത്ര? NPP ആണ്. പക്ഷെ അത് സ്റ്റോർ ചെയ്ത് എത്രയാണ്? അതാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. അപ്പൊ ബാക്കി അതാ ജിന്തു അതിന്റെ കാര്യത്തിലെടുത്തു. ഇപ്പൊ കഥ മനസ്സിലായല്ലോ. മനസ്സിലാക്കേണ്ട GPP എന്താണ്, NPP എന്താണ്, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്താണ്? ഇതിന് കണക്കൊക്കെ ചോദിച്ചേക്കാം. കണക്കെന്ന് പറഞ്ഞാല് ചെടികൾ അതിന് കിട്ടുന്ന എനർജിയുടെ 2 മുതൽ 10% മാത്രമേ ഫോട്ടോസിന്തസിന് ഉപയോഗിക്കത്തുള്ളൂ. ചെടി അതിന്റെ പുറത്ത് വീഴുന്ന എനർജിയുടെ 2 മുതൽ 10% മാത്രമേ ഫോട്ടോസിന്തസിന് ഉപയോഗിക്കത്തുള്ളൂ. റെസ്പിറേഷൻ കഴിഞ്ഞ ശരീരത്തെ സ്റ്റോർ ചെയ്യുന്നത് എത്ര ആയിക്കോട്ടെ, അതിനെ അതേപോലെ ജന്തുക്കൾ കിട്ടുകയാണ്. അതിന്റെ 10% ജന്തുക്കൾ സ്റ്റോർ ചെയ്യാറുള്ളൂ. എന്നുവെച്ചാൽ നിങ്ങൾ ഭക്ഷണത്തിലൂടെ കിട്ടിയ ഭക്ഷണത്തിലൂടെ കഴിച്ച എനർജിയുടെ only 10% will be stored in your body. മനസ്സിലായല്ലോ? ബാക്കിയെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. അപ്പോൾ 10,000 എനർജി നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വേറെ 1000 കിലോ കലോറിയാണ്. ഓക്കെ, അപ്പൊ അത് വെച്ചുള്ള കണ്ടീഷൻസ് എല്ലാം എഴുതിക്കണം. ദ എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ സെക്കൻഡ് ലെവൽ, സെക്കൻഡ് ട്രോപ്പിക് ലെവൽ, അതാ പ്രൈമറി കൺസ്യൂമർ ഈസ് കാൾഡ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. കൺഫ്യൂഷൻ വരുന്നതിന്റെ കണക്ക് വിളിക്കും. കണക്ക് ഇങ്ങനെ വേണേൽ കുറച്ച് ചോദിക്കാം. ഞാൻ ഒരു കണക്ക് പറയാം. 10,000 നേരത്തെ പറഞ്ഞ ഞാൻ പറയാം. 10,000 ആണ് GPP. എത്രന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ആണ്. അപ്പൊ NPP എത്ര, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എത്ര? അത് ചോദ്യം. 10,000 ആണ് GPP, 6 റെസ്പിറേഷൻ, NPP എത്ര, GPP എത്ര? അപ്പൊ എത്ര NPP? 10,000 1000 പോയി കഴിഞ്ഞാൽ 9,000. അപ്പൊ പറഞ്ഞ കണക്ക് തന്നെയാണ്. അതിനെ ജന്തു എന്ന് കഴിഞ്ഞാൽ അതിന്റെ 10% ജന്തുവിന് കിട്ടിയാൽ നേരത്തെ പറഞ്ഞു. അപ്പോൾ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി 9,000. ശരി, ജന്തുക്കൾ അതിന് കിട്ടുന്ന ഭാരത്തിന്റെ അല്ല എനർജിയുടെ 10% സ്റ്റോർ ചെയ്യുന്നപ്പോൾ പറഞ്ഞു. ആ കണക്ക് പ്രകാരം സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി 9,000. സംശയമില്ലല്ലോ, ഇത് പഠിച്ചോ. ഇപ്പോ NPP is available biomass for the consumption to heterotroph. ശരിയല്ലേ? NPP is the available biomass for the consumption to heterotroph. സസ്യബുക്കിൽ തിന്നാൻ കിട്ടുന്ന യഥാർത്ഥ എനർജി അല്ലെങ്കിൽ ബയോമാസ് നമ്മൾ വിളിക്കുന്ന പേരാണ് NPP. സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി is a rate of formation of organic matter by consumer. Rate of formation of organic matter by consumer എന്ന് വെച്ചാൽ കിട്ടിയത് ശരീരത്തിൽ സംഭരിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ബാക്കിയെല്ലാം കളഞ്ഞു അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. എത്ര കിട്ടിയാലും അതിന്റെ 10% മാത്രമേ ശരീരം സ്റ്റോർ ചെയ്ത് പറഞ്ഞത്. ഇനി ചില കണക്കുകൾ പറയാം. ആനുവൽ NPP ഓഫ് ഓൾ ബയോസ്ഫിയർ, അത് ചുമ്മാ എൻട്രൻസ് വയ്ക്കത്തുള്ളൂ. 107 മില്യൺ ടൺസ് ഡ്രൈ വെയിറ്റ് ആണ് ഒരു വർഷം ഭൂമിയിൽ ഉണ്ടാകുന്ന ആകെ ബയോ മാസം എന്ന് പറയുന്നത്. ആനുവലായിട്ട് ഒരു വർഷം ഉണ്ടാകുന്നത് ഭൂമിയിൽ മൊത്തത്തിലുണ്ടാകും 170 മില്യൺ ടൺ ഡ്രൈ വെയിറ്റ് ആണ്. ഡ്രൈ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരം കത്തിച്ചാൽ കിട്ടുന്ന ചാരം. അതായത് ഒരു വർഷം ചെടികളെല്ലാം കൂടെ വളർന്ന് എത്രമാത്രം വളർന്നു എന്ന് അറിയണമെങ്കിൽ ആ വളർച്ചയെല്ലാം കൂടെ ആ ചെടികളെല്ലാം കൂടെ എടുത്ത് കത്തിച്ചാൽ 170 ടൺ ഭാരത്തിലുള്ള ചാരം കിട്ടും. അതാണ് ഒരു വർഷം ഉണ്ടായിട്ടുള്ള ബയോമാസ്. അതിന്റെ 70% ഭൂമിയുടെ ഉപരിതലത്തിലാണ്, എന്ന് വെച്ചാൽ വെള്ളത്തിലല്ല. 55 മില്യൺ ടൺ ഡ്രൈ വെയിറ്റ് ഉണ്ടാകുന്ന കടലിലാണ്. അപ്പോൾ കരയിലും കടലുമായിട്ടാണ് ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. അതായത് 170 മില്യൺ ടൺ ആകെ. അതിന്റെ 70% 119 മില്യൺ ടൺ എന്ന് പറയുന്നത് കരയിലും 55% കടലിലുമാണ്. അതിൽ തന്നെ ഏകദേശം കടലിൽ തന്നെ ബാക്കി 55 മില്യൺ ടൺ കടലാണ് ഉണ്ടാവും. ഇത് ഓർത്ത് വെച്ചേക്കാം. ഇത് എൻട്രൻസ് പോയിന്റ് ഞാൻ പറയും. ഓക്കെ, ഇനി ഡീകമ്പോസിഷൻ. നേരത്തെ പറഞ്ഞല്ലോ, ആദ്യത്തെ സ്റ്റെപ്പ് പ്രൊഡക്ടിവിറ്റി, രണ്ടാമത്തത് ഡീകമ്പോസിഷൻ. ഇത് മനസ്സിലായാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്കഷൻ പറഞ്ഞുതരാം. ഡീകമ്പോസിഷൻ
അഴുകൽ, ചീയൽ, വിഘടനം എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അറിയാവുന്നതായിരുന്നു. ഒരു എലിയത്ത് കിടക്കുന്നു. ചത്ത എലികളൊക്കെ എന്തൊക്കെയാണുള്ളത്? ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ അല്ലേ. അപ്പോൾ ഓർഗാനിക് മാറ്റേഴ്സ് ആണ്. ശരി, ചത്ത അഴുകുമ്പോൾ അത് ഇൻഓർഗാനിക് ആയിട്ട് മാറും. കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ്, ഇൻഓർഗാനിക്. അപ്പോൾ ഓർഗാനിക് സബ്സ്റ്റൻസിന് ഇൻഓർഗാനിക് മാറ്റുന്ന പ്രക്രിയയാണ് ഇത് ഡീകമ്പോസിഷൻ. കൺവേർഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻടു ഇൻഓർഗാനിക് മാറ്റേഴ്സ് കാൾഡ് ഡീകമ്പോസിഷൻ. നമുക്ക് കൺവേർട്ട് ഓർഗാനിക് മാറ്റർ ഇൻടു ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ന്യൂട്രിയൻസ് ഇസ് കാൾഡ് ഡീകമ്പോസിഷൻ. നിങ്ങൾ അഴുകൽ ചെയ്യുന്നത് എഴുതിച്ച മാർക്ക് കിട്ടത്തില്ല. ഇറ്റ് ഈസ് എ കൺവേർഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻടു ഇൻഓർഗാനിക് കമ്പോണൻസ് എന്ന് എഴുതിയാലേ മാർക്ക് കിട്ടും. ഇനി ഒരു മരം നിൽക്കുന്നു, അതിന്റെ ചത്തും ചോറും ഒരാൾ ഡെഡായിട്ട് അഴുകിയ വീണ് കിടക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ഡിട്രൈറ്റിസ്. ഡിട്രൈറ്റിസ് എന്നാണ് വിളിക്കുന്നത്. നോക്കൂ, എന്താ ഡിട്രൈറ്റിസ് എന്ന് വെച്ചാൽ? Detritus is the dead remains of plants and animals with fecal matter. എന്ന് വെച്ചാൽ ചെടികളുടെയും ജന്തുക്കളുടെയും മൃതശരീരങ്ങളോ അവയുടെ വിസർജ്യ വസ്തുക്കളോ എല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്നവരാണ് ഡിട്രൈറ്റിസ്. അത് ചാണകം ഒരു ഡിട്രൈറ്റിസ് ആണ് അല്ലേ. നിങ്ങളുടെ വീട്ടിൽ മാവല്ലാതെ വെട്ടിപ്പോതി ഡിട്രൈറ്റിസ് ആണ്. അല്ലെങ്കിൽ കോഴി കിടക്കുന്നത് കൂട്ടിയിട്ട് ഡിട്രൈറ്റിസ് ആണ്. സോ ഡെഡ് റിമെയിൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽ ഈസ് കാൾഡ് ഡിട്രൈറ്റിസ്. ഇറ്റ് ഈസ് ആൾ ഇൻക്ലൂഡിംഗ് അലോങ് ഇറ്റ്സ് ഫീക്കൽ മാറ്റർ. അതിന്റെ വിസർജ്യ വസ്തുക്കളും കൂടെ അടുക്കുന്നതിനാണ് ഡിട്രൈറ്റിസ്. ഇത് നന്നായിട്ട് അഴുകി കഴിഞ്ഞാൽ അതെന്താ ഹ്യൂമസ് ആകും. പിന്നെ അത് നന്നായിട്ട് അഴുകി കഴിഞ്ഞാൽ ഹ്യൂമസ് അഥവാ ലിറ്റർ എന്നായിട്ട് മാറും. ലിറ്റർ, LITT, ഹ്യൂമസ് ഓർ ലിറ്റർ. ഈ ഹ്യൂമസിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു പമ്പുമാണ് ശരി ലിറ്റർ എന്ന് പറയുന്നത്. ലിറ്റേഴ്സ് ലിറ്റർ ആവും, ലിറ്റർ ആണ് ഹ്യൂമസ് ആവും. ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വേസ്റ്റ് ആയിട്ട് വസ്തുക്കൾ ലിറ്റർ എന്ന് വിളിക്കും. നിങ്ങൾ KSRTC സ്റ്റാൻഡിൽ ലിറ്റർ ബോക്സ് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടുണ്ട്. ലിറ്റർ അല്ല, ലിറ്റർ ബോക്സ്, വേസ്റ്റ് ഇടാനുള്ള സാധനം. അപ്പൊ അങ്ങനെ ലിറ്റർ എന്ന് വിളിക്കാറുള്ളതിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ അങ്ങനെ വരുന്നില്ല. ലിട്രൈറ്റിസ് അഴുകിയാണ് ലിറ്റർ ആകുന്നുള്ളത് ഒരു പടത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ലിട്രൈറ്റിസ് ഓർ ലിറ്റർ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഹ്യൂമസിനിടയിൽ വരുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ലിറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ ഡീകമ്പോസിഷൻ സ്റ്റെപ്പുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ വീട്ടിൽ കുറഞ്ഞ ചപ്പും ചോറൊക്കെ വാരി മുറ്റത്ത് അഴുകാൻ വേണ്ടിയിട്ടാൽ ചപ്പും ചോറും മരത്തിന്റെ കമ്പും എല്ലാം കൂടെ വാരി അഴുകാനിട്ടാൽ അതിന് വരുന്ന മാറ്റങ്ങൾ, സ്റ്റെപ്സ് ഓഫ് ഡീകമ്പോസിഷൻ, അത് ഏതൊക്കെയാണെന്ന് നോക്കിയുള്ളൂ. ഒന്ന്, ഫ്രാഗ്മെന്റേഷൻ, ചോദിക്കുന്നതാണ്. രണ്ട്, ലീച്ചിങ്. മൂന്ന്, കാറ്റബോളിസം. നാല്, ഹ്യൂമിഫിക്കേഷൻ. അഞ്ച്, മിനറലൈസേഷൻ. So these are the 5 steps of decomposition. നേരത്തെ ചോദിക്കും, തിരിച്ചു മറിച്ചിട്ട് നേരെ എഴുതാൻ പറയും, ഇടയ്ക്ക് മായ്ച്ചിട്ട് ഫില്ല് പറയും. ഇതാണ് അടുത്ത് വെച്ചാലും എന്തൊക്കെയാണ്? ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, പ്യൂരിഫിക്കേഷൻ ആൻഡ് മിനറലൈസേഷൻ. These are 5 steps of decomposition. Okay. ഇതെന്താന്ന് ഓരോന്നും എടുത്ത് പറയാൻ പോകുന്നത് സിമ്പിൾ ആണ് കേട്ടുള്ളൂ. അതായത് നിങ്ങൾ കുറെ ചപ്പും ചോറും വാരി തെങ്ങിന്റെ വിട്ടാണ് ഇട്ട് കഴിഞ്ഞാൽ വരുന്ന മാറ്റങ്ങൾ ആദ്യം പറയുന്നത്. ആദ്യം അത് മണ്ണിര പോലെയുള്ള ചില ജന്തുക്കളുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് പൊടിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറും. അതാണ് ഫ്രാഗ്മെന്റേഷൻ. അതിന് പറഞ്ഞിരുന്ന ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നുണ്ട്. എർത്തുവം ലൈക്ക് ഓർഗാനിസംസ് ബ്രേക്ക് ഡൗൺ ഇറ്റ് ഇൻ ടു സ്മാൾ പാർട്സ്. അപ്പം ഈ കിടക്കുന്ന അഴുകി കിടക്കുന്ന വസ്തുക്കൾ ചപ്പ ചോറ് കിടക്കണം. മാവും ചിലകൾ ഡിട്രൈറ്റിസ് എന്നാണല്ലോ വിളിക്കുന്നത്. ഡിട്രൈറ്റിസ് അതിനെ തിന്നുന്നതാണ് മണ്ണിരയൊക്കെ അല്ലേ. മണ്ണിരയും പാറ്റയും വണ്ടുകളും ഒക്കെ അതിനെ തിന്നും. അപ്പൊ ഈ ചത്ത് കിടക്കുന്ന ഈ സാധനത്തെ തിന്നുന്ന ജന്തുക്കളെ നമുക്ക് ഹെർബിയോർ എന്ന് വിളിക്കാനാകത്തില്ല. ഹെർബിയോർ എന്ന് വെച്ചാൽ പുല്ലില്ല, പുല്ല് ജീവനം അല്ലേ. പശു നിങ്ങൾ പുല്ല് അറുത്ത് കൊടുക്കുവാണെന്ന് നിങ്ങളുടെ മനുഷ്യനില്ല ഇവിടെ. മനുഷ്യൻ മാറ്റി നിർത്തും. പശു വന്ന് അറുത്താണ് തിന്നുന്നത്. പുല്ല് അല്ല, കടിച്ചു വെച്ചല്ലേ തിന്നുന്നത്. അപ്പം ജീവനോടെ തിന്നുന്നത്. പുല്ല് വീണ് അഴുകി കിടക്കുവാണെങ്കിൽ അതിനെ തിന്നുമ്പോ പുല്ല് വീണ് അഴുകുമ്പോ ഡിട്രൈറ്റിസ് ആയില്ലേ. ചത്ത് കിടക്കുന്ന മൃതശരീരങ്ങൾ, സസ്യങ്ങളുടെ ജന്തുക്കളുടെ മൃതശരീരം ഇപ്പൊ ഡിട്രൈറ്റിസ് ആണ്. അതിനെ തിന്നുന്ന ജന്തുവിനോട് ഡിട്രൈറ്റീവ് ഓറസ് ഓർഗാനിസം എന്നാണ് വിളിക്കുന്നത്. സോ ഡിട്രൈറ്റീവ് ഓറസ് ഓർഗാനിസം. ഹെർബിനെ തിന്ന ഹെർബിവോറസ്, മാംസം തിന്ന കാർണിവോറസ്, ഡിട്രൈറ്റിസ് തിന്ന ഡിട്രൈറ്റീവോറസ്. എർത്തോമാരാണ് ഡിട്രൈറ്റിസ് ഓരോ. അപ്പൊ ആരാണ് ഫ്രാഗ്മെന്റേഷൻ നടത്തി കൊടുക്കുന്നത്? ഡിട്രൈറ്റീവോറസ് ആണ്. സോ ഫ്രാഗ്മെന്റേഷൻ ബൈ ഡിട്രൈറ്റീവോറസ്, എർത്തോം ലൈക്ക് ഓർഗാനിസം.
മനസ്സിലായി? അത് പുറത്താൻ ചോദിക്കാം. So it is break down into smaller fragments by detritivores. And ഇങ്ങനെ കിടക്കുന്ന ഈ വസ്തു ഇപ്പോൾ ഡിട്രൈറ്റിവോറസ് ഇങ്ങനെ തിന്ന് കാട്ടിച്ചു ഒക്കെ മുറിച്ചു ഒക്കെ അവിടെ ചെയ്യുക. മഴ പെയ്താൽ വെള്ളം വീഴുമ്പോൾ വെള്ളം ഒലിച്ചിങ്ങനെ പോകുമ്പോൾ അതിനകത്തുള്ള വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ അലിഞ്ഞ് താഴേക്ക് പോകും. ലീച്ചിങ്. വെള്ളത്തിൽ അലിയുന്ന വസ്തുക്കൾ അലിഞ്ഞ് താഴേക്ക് പോകും. നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് കുറച്ച് മണലിങ്ങനെ എത്തിയിട്ടിരിക്കും. ഇതിന് എക്സാമ്പിൾ പറയാം. ഓക്കെ, അപ്പോൾ ഒരു എരിവ് അതിലെ നടന്നു പോയി. എരിവ് ചാണകം കൊടുക്കും. എരിവ് ചാണകം കണ്ട് ദോശയുടെ മാവ് പോലെ ടക്കാണ്. അന്ന് രാത്രി ഭയങ്കരമായിട്ട് മഴ പെയ്യും. നേരം എടുത്ത് നോക്കുമ്പോൾ ചാണകം എന്ത് കാണും? ചാണകത്തിനകത്തുള്ള വസ്തു അതിനകത്ത് വെള്ളത്തിൽ ലയിക്കാന്നല്ല, വെള്ളത്തിൽ ലയിച്ചാൽ താന്നു പോകും അല്ലേ? വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കൾ അവിടെ കാണും. ശരിയല്ലേ? വെള്ളത്തിലേക്ക് കുറച്ച് ചാണകം എടുത്ത് കുറച്ച് വെള്ളത്തിൽ കലക്കി ചായ കഴിക്കുന്ന അരിപ്പിയുടെ അരിച്ചെടുത്ത് നോക്കും. നല്ല പച്ചറമായിരിക്കും വെള്ളത്തിനകത്ത്. എന്താ വെള്ളത്തിനകത്ത് പച്ചറം കിട്ടിയത്? വെള്ളത്തിലേക്കുന്ന കുറെ വസ്തുക്കൾ ചാണകത്തിലുണ്ടായിരുന്നു. ഇത് അവിടെ കിടന്നപ്പോ, മണലിൽ കിടന്നപ്പോ മഴ ചെയ്തപ്പോ അതെല്ലാം അതിനകത്ത് വെള്ളത്തിലേക്ക് അതിൽ ലയിച്ച് ഒലിച്ചാൽ പോയില്ലേ? It's called leaching. It's a removing of water-soluble material from these fragmented detritus is called leaching. രണ്ടാം സ്റ്റെപ്പ്. Water-soluble materials are removed from this detritus. Fragmented detritus is called leaching. അത്രയായപ്പോഴത്തേക്കും വെള്ളമൊക്കെ വേണമല്ല, കൂട്ടപ്രായമുള്ള ആരോഗ്യ വരും, ബാക്ടീരിയയും ഫംഗസും വരും. So it is third step is called catabolism by bacteria or fungus. Bacteria and fungus എന്നതിനെ വിഘടിപ്പിക്കും. It's called catabolism. Breaking down. What is broken down? The material that is remained after leaching will be broken down by bacteria and fungus called catabolism. അപ്പോഴത്തേക്ക് അത് എന്തായി മാറി കഴിഞ്ഞു? അഴുകി ഒരു ഹ്യൂമസ് ആയി മാറും. That's called humification. അപ്പോൾ after the material, after the catabolism by bacteria or fungus, it will become a dark colored amorphous water resistant matter called humus. ഇപ്പം വളക്കുഴിയുടെ അടിഭാഗം, ചാണകക്കുഴിയുടെ അടിഭാഗം വെട്ടിക്കുഴി കഴിഞ്ഞാൽ അഴുകി ഇങ്ങനെ കിടക്കത്തില്ല. അതാണ് ഹ്യൂമസ്. കമ്പോസ്റ്റ് കുഴിയുടെ ഏറ്റവും അടിയിൽ നിങ്ങൾ വെട്ടി വാരി എടുക്കുന്നില്ല, കട്ടിൽ ഇങ്ങനെ കളറായിട്ട് കിട്ടുന്ന ഭാഗം ചാണകക്കുഴി കൊണ്ട് നിങ്ങൾക്ക് അറിയാം. ആദ്യം ചാണകക്കുഴിയിൽ ആദ്യം ഇടുന്ന ചാണകത്തിന്റെ മുകളിൽ വീണ്ടും ഇടുമ്പോൾ ആദ്യം ഇടുന്ന അടി പോയില്ലേ, അത് അവിടെ കിടന്ന് അടി ഇങ്ങനെ ഹ്യൂമസ് ആയി മാറും. ഹ്യൂമിഫിക്കേഷൻ. വാട്ട് ഇസ് എ ഹ്യൂമസ്? ഡാർക്ക് കളേർഡ് അമോർഫസ്. അമോർഫസ് എന്ന് വെച്ചാൽ വാട്ടർ റെസിസ്റ്റന്റ് എന്ന് അർത്ഥം. വാട്ടർ റെസിസ്റ്റന്റ് ഹ്യൂമസ് അണ്ടർഗോ ഡീകമ്പോസിഷൻ. അപ്പൊ അതൊക്കെ അത് വിഘടിച്ചു കൊടുക്കും അല്ലെ? ആൻഡ് ഇറ്റ് റിലീസസ് ഓർഗാനിക് മാറ്റർ. അതിൽ നിന്നാണ് ഓർഗാനിക് മാറ്റേഴ്സ്, it releases organic minerals and called it releases inorganic minerals. അതിങ്ങനെ ഈ ഹ്യൂമസ് ഒന്ന് വിഘടിച്ചിട്ട് അതിൽ നിന്നും ഇനോർഗാനിക് ആയിട്ടുള്ള ചില മിനറൽസ് പുറത്തേക്ക് വരും. അത് ചെടി വെച്ചെടുക്കും. അത് ചെടിക്ക് വെച്ചെടുക്കാൻ പറ്റില്ല. നിങ്ങളെന്ത് ചെടി തൊട്ട് കൊടുത്ത ശേഷം ഇപ്പൊ നിങ്ങൾ മാവ് പൂക്കാറായി കുറച്ച് ചൊപ്പും ചെറുപ്പായിട്ട് അടുത്ത വലിയ മാവ് കണ്ടെന്ന് കിട്ടുന്നില്ല. ഈ പ്രക്രിയ എല്ലാം നടന്ന് അവസാനത്ത് മിനറലായി മാറുമ്പോഴേ ചെടിക്ക് വെച്ചെടുക്കാൻ. അതുകൊണ്ടാണ് വളമിട്ട് കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് റിസൾട്ട് കിട്ടും അല്ലെ? നേരത്തെ ഇടുന്നത് കൊണ്ടാണ്. നെല്ലൊക്കെ നടന്നതിന് മുമ്പേ പറമ്പിൽ ചാണകമൊക്കെ ഇട്ടതിന് ശേഷമാണ് നെല്ലൊക്കെ. കാരണം അത് അഴുകി വരെ സമയം പിടിക്കും. ഈ സ്റ്റെപ്പ് എല്ലാം കഴിയുമ്പോൾ അല്ലെ ഹ്യൂമസും കൂടെ അഴുകി മിനറലായി മാറും, ഇനോർഗാനിക് ആയിട്ട് മാറുമ്പോൾ നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, പിന്നീട് സൾഫേറ്റ് ഇതെല്ലാം മാറി വരുമ്പോഴത്തേക്ക് ചെടി വെച്ചിട്ട് മിനറലൈസേഷൻ. സോ വാട്ട് ആർ ദ 5 steps of decomposition, fragmentation, leaching, catabolism, humidification and mineralization. പരീക്ഷയ്ക്ക് പഠിക്കണം, ഇതുപോലെ പഠിക്കണം. വാട്ട് ഈസ് ഡിട്രൈറ്റിവോറസ് അനിമൽ, വാട്ട് ഈസ് ഹ്യൂമസ്, ഇതെല്ലാം ചോദിക്കും. ഓക്കെ, ഈ സ്റ്റെപ്പ് എല്ലാം ചോദിക്കുന്നത് ആരാണ്? ഇതിനകത്ത് ബാക്ടീരിയ പ്രവർത്തിക്കുന്ന ഇവിടെ ഡീകമ്പോസിഷൻ ആണ്. അതിനകത്ത് കാറ്റബോളിസത്തിലാണ്. പരിശോധിക്കുക in which step bacteria functions. Bacteria activity occurs. That is in the catabolism. In which step earthworm functions. That is in the fragmentation. In which step water is most wander, which is removing the water-soluble material. It's called leaching. In which step humus is become minerals. It's called mineralization. What is humus? ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡീകമ്പോസിഷൻ. ഇത് പരിധി വെച്ചിട്ടുണ്ട്. ഡീകമ്പോസിഷൻ എന്ന പ്രക്രിയയെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡീകമ്പോസിഷൻ? ഒന്ന്, ഇതിനെ വിഘടിപ്പിക്കുന്ന മിക്കപ്പോഴും ആരാണ്? എറോബിക് ബാക്ടീരിയകളാണ്. നല്ല ഓക്സിജൻ സപ്ലൈ ആണ്. അതുകൊണ്ടാണ് ചപ്പു ചോറും കൂട്ടിയിട്ട് വരുമ്പോൾ തന്നെ നല്ല വായു സഞ്ചാരം ഉണ്ടെങ്കിൽ നന്നായിട്ട് അടക്കത്തുള്ളൂ.
മണ്ണടി കുഴിച്ചിട്ടാൽ മിക്കവാറും അതുപോലെയാണ് അല്ലെ, കുറെ കാലം പിടിക്കും. അപ്പോൾ ഓക്സിജൻ സപ്ലൈ ഇഫ് ഇറ്റ് ഈസ് ഡൺ ബൈ എറോബിക് ബാക്ടീരിയ ഇറ്റ് നീഡ് ഓക്സിജൻ. അടുത്തത് കെമിക്കൽ നേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് ഡിട്രൈറ്റിസ്, അഴുകാൻ വേണ്ടി കിടക്കുന്ന വസ്തുക്കളുടെ കെമിക്കൽ നേച്ചറാണ്. അപ്പം വെള്ളത്തിൽ പെട്ടെന്ന് ലയിക്കുകയും പെട്ടെന്ന് വിഘടിക്കുകയും ചെയ്യുന്നതാണെങ്കിൽ പെട്ടെന്ന് അഴുകും. ഇപ്പൊ നിങ്ങൾ ഒരു മാവിന്റെ കുറെ തടിയും കുറെ ഇലയിലൂടെ വെട്ടി വാരിയിട്ടില്ല, ആദ്യം അഴുകുന്നതാണ് ഇലയാണ്, തടി പതുക്കെ അഴുകും അല്ലേ. അപ്പോൾ കെമിക്കൽ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ സ്ലോവർ ഡീകമ്പോസിഷൻ വെൻ ലിഗ്നിൻ ആൻഡ് കൈറ്റിൻ ഈസ് മോർ. കൈറ്റിനോ ലിഗ്നിനോ ഒക്കെ വളരെ കൂടുതലാണെങ്കിൽ പതുക്കെ മാത്രമേ അഴുകത്തുള്ളൂ അല്ലേ. അതേസമയം നൈട്രൈനും വാട്ടർ സോലബിൾ സബ്സ്റ്റൻസും കൂടുതലാണെങ്കിൽ പെട്ടെന്ന് അഴുകും. അതാണ് ഇലയ്ക്ക് പെട്ടെന്ന് അഴുകുന്നതുകൊണ്ടാണ്. അതിനകത്ത് ശരിക്കും ലിഗ്നിൻ ഒന്നും കഴിക്കാത്തില്ല, തടിക്കാത്ത ലിഗ്നിനുണ്ട്, അതുകൊണ്ട് പതുക്കെ അഴുകും. അപ്പോൾ അഴുകേണ്ട വസ്തുവിന്റെ സ്വഭാവം ഒന്ന് അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ, രണ്ട് നേച്ചർ ഓഫ് detritus, whether it is easily soluble in water, it will be faster decomposed. If it is a slowly decomposed material like lignin or chitin, it will be slowly decomposed. At the temperature, ചൂട് വേണം, നിങ്ങൾ അഴുകേണ്ട വസ്തു പാത്രത്തിലാക്കി ഫ്രിഡ്ജിനകത്തുണ്ട് വെച്ചാൽ കഴുകൂ ഇല്ല, അപ്പോൾ ടെമ്പറേച്ചർ അഴുകണം. അതിന്റെ സോയിൽ വെള്ളം വേണം, അപ്പോൾ ടെമ്പറേച്ചർ ആൻഡ് സോയിൽ മോയ്സ്ചർ ഫോർ സോയിൽ ഓർഗാനിസം ടു ആക്ട്. ജലത്തിന്റെ ലഭ്യത, ചൂട്, ഇതൊക്കെ ഒരു ഘടകമാണ്. കുഞ്ഞാതിരുന്ന് അഴുകത്തില്ല. ഇനി ബാക്ടീരിയ ഇല്ലെങ്കിൽ അഴുകും ഇല്ല, അപ്പൊ ബാക്ടീരിയ ഉണ്ടായിരിക്കണം. ആൾസോ വാം ഫെർവേഴ്സ് ദ വാംത് കണ്ടീഷൻ ഫെർവേഴ്സ് ഡീകമ്പോസ്. അതിന് ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് ചൂടെന്ന് പറയാൻ തിളച്ച അന്റാർട്ടിക്ക അല്ല മരുഭൂമി കൊണ്ടുവന്നല്ല പറഞ്ഞത്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലാണ് ബാക്ടീരിയ സാറിന് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അല്ലാതെ അത് ഭയങ്കര മഞ്ഞൊക്കെ വാരി കൊണ്ടുപോയി അവർ അഴുകത്ത്. അതുകൊണ്ടാണ് ഈ മഞ്ഞ് മൂടിയ പ്രദേശത്ത് ശവശരീരങ്ങൾ അഴുകാതെ കിടക്കുന്നത്. The low temperature and anaerobic condition inhibits decomposition. ഇവിടെ താണ ടെമ്പറേച്ചറും ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയും ബാക്ടീരിയ വിഘടിക്കുന്ന പ്രവർത്തനത്തെ തടസ്സപ്പെടും. സോ വാട്ട് ആർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡീകമ്പോസിഷൻ? അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ, നേച്ചർ ഓഫ് ഡീട്രൈറ്റീസ്. അവിടെ എടുത്തു പറയണം, വെള്ളത്തിൽ അഴുകുന്ന വസ്തുക്കൾ, അതായത് നൈട്രേറ്റ്, ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അഴുകും. അതിൽ അഴുകാത്ത ലിഗ്നിനൊക്കെ ആണെങ്കിൽ പതുക്കെ അഴുകുന്നുള്ളൂ. ടെമ്പറേച്ചർ ആവശ്യമുണ്ട്, സോയിൽ മോയ്സ്ചർ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ചൂടിന്റെ ലഭ്യത അതിന് കൂട്ടുന്നു. അതുപോലെ തന്നെ തണുപ്പും അനറബിക് കണ്ടീഷനെ കുറയ്ക്കും. ഇത് പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ്. കൊച്ചു കാര്യമാണ് ഇതൊക്കെ, പക്ഷെ പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ്. ഈ പുസ്തകത്തിൽ പടം കൊടുത്തിട്ടുണ്ട്. പടം ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കുന്നില്ല, ആ പടം ഞാൻ ഇൻസൈറ്റ് ചെയ്തുകൊണ്ട് അത് വരച്ച് പഠിച്ചു. ഒരു മരം, അതിന്റെ ഇല വീഴുന്നു, അത് എന്താ ഫ്രാഗ്മെന്റേഷൻ വിധേയമാകും. ആരാണ്? ചില കീടങ്ങളെല്ലാം ഫ്രാഗ്മെന്റേഷൻ. അങ്ങനത്തെ അത് മണ്ണിലേക്ക് വരുമ്പോഴത്തേക്കും ഫംഗസ് ഒക്കെ പ്രവർത്തിക്കുന്നു. അപ്പൊ ഇവിടെ ലിറ്റർ എന്ന് വാക്കുണ്ട്. അഴുകി വന്ന വസ്തു ഞാൻ ലിറ്റർ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. അതാണ് ഡീകെയ്ഡ് ബൈ ഫഞ്ചൈ കാൾഡ് ലിറ്റർ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഡിട്രൈറ്റിസിനെ ലിറ്റർ എന്ന് വിളിക്കത്തില്ല എന്ന് പറയുന്നതുകൊണ്ടാണ്. അഴുകി വന്ന വസ്തുവിനെയാണ് വിളിക്കുന്നത് ലിറ്റർ. അത് കഴിഞ്ഞാൽ പിന്നെ ചില കീടങ്ങളെല്ലാം ബോധിച്ചത് ഇനോർഗാനിക് സോയിലായിട്ട് മാറും. വെള്ളം അരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇതെല്ലാം തിരിച്ച് ചെടികൾ വരച്ചിരിക്കും. ഞാൻ കാര്യമായിട്ട് വരയ്ക്കുന്നില്ല, കാരണം ആ പടം ഇട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ വരച്ചിട്ട് പഠിക്കണം. ഒരു ഈ പടം വന്നിട്ട് എഴുതിയെല്ലാം വായിച്ചിട്ട് അവിടെ എഴുതാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചൂടെ, എങ്ങനെ ചോദിക്കും? ആ പടം നന്നായിട്ട് വരയ്ക്കുക, എന്നിട്ട് മനസ്സിലാവും എന്താണ് ഡിഫറെന്റ് സ്റ്റെപ്സ് ഓഫ് ഡീകമ്പോസിഷൻ ന്യൂട്രിയൻ സൈക്കിൾ എന്ന് മനസ്സിലാവും. സോ ഞാൻ പഠിക്കാം എനർജി ഫ്ലോ ആണ്. എനർജി ഫ്ലോ